Namaskaram. ഞാൻ ഹർഷ and welcome back to our channel Lifestyle Beats with Harsha. ഇന്ന് നമ്മുടെ ഓണം സീരീസിന്റെ പുതിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ ടീനേജേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം ചെയ്തേക്കുന്നതാണ്. കാരണം ഓണം വരുമ്പോൾ നമ്മുടെ കോളേജിൽ ഒക്കെ ഓണം ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഓണം ഫങ്ഷന് ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാ ടീനേജ് ഗേൾസിനും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അവസാനം വരെ കാണണം, കാണാതെ പോകരുത്. നമുക്കിനി അധികം സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രെപ്പ് ചെയ്യണം. ഫേസ് പ്രെപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. കോളേജ് ഫംഗ്ഷനാണ് പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ സൺസ്ക്രീൻ ഒഴിവാക്കാണ്ട് തന്നെ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസറിന് പകരം ഞാൻ ഇവിടെ റോസിപ്പ് ഓയിലാണ് യൂസ് ചെയ്യണേ. ഓയിൽ ഒരുപാട് ലൈറ്റാണ്. നമ്മൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും തോന്നില്ല നമ്മൾ ഹെവി ആയിട്ട് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന്. കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ലാക്മേയുടെ ഫൗണ്ടേഷനാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് ഫൗണ്ടേഷനാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിടുക. അല്ല നിങ്ങൾ BB ക്രീമോ CC ക്രീമോ ആണ് ഇടുന്നതെങ്കിൽ അതിട്ടാലും കുഴപ്പമില്ല. പിന്നെ കോളേജിലൊരു ഫംഗ്ഷനൊക്കെ പോകുന്നതുകൊണ്ടാണ് ഫൗണ്ടേഷൻ ഇട്ടാൽ കുറച്ചും കൂടി ഒരു നല്ലൊരു ലുക്ക് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കോമ്പാക്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ ഹെവൻ സെഫയറിൻ്റെ മേക്കപ്പ് ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഐസാണ് ചെയ്യാൻ പോകുന്നത്. ഐസ് ഞാൻ വിചാരിച്ചത് നമ്മളൊരു കോളേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പെൺകുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കായിരിക്കണം. എല്ലാവർക്കും ഒരുപാട് ഹെവി ആയിട്ടുള്ള ഐ മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയില്ലായിരിക്കും. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഈ സ്മോക്കി ഐസ് എന്ന് പറഞ്ഞത്. എസ്പെഷ്യലി ബ്ലാക്ക് സ്മോക്കി ഐസ്. ശരിക്കും ഒരു ബ്ലാക്ക് സ്മോക്കി ഐസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഐഷാഡോ പാലറ്റും വേണ്ടി വരില്ല. നിങ്ങൾക്ക് ജസ്റ്റ് കാജൽ മാത്രം മതി. പക്ഷെ ഞാനിവിടെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഐഷാഡോ പാലറ്റ് എടുക്കുന്നുണ്ട്. ഐഷാഡോ ഞാൻ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റ് ആട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുക്കാൻ പോവാണ്. ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബേസിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ബേസ് ഒന്നായി കഴിയുമ്പോൾ നമുക്കിനി ബ്ലാക്ക് കളറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് എടുക്കാൻ പോകുന്നത്. കണ്ണ് എഴുതി കൊടുക്കാം. കണ്ണ് ഞാൻ എഴുതാൻ പോകുന്നത് വാട്ടർ ലൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐലൈനറിന് പകരം ഞാൻ ഈ കൺമഷിയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും, സോ ദാറ്റ് നമ്മുടെ ആ സ്മോക്കി ഐസിന് കുറച്ചും കൂടി ഒരു ഡെപ്ത് കിട്ടാനായിട്ട്.
ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഐ മേക്കപ്പും കഴിഞ്ഞിട്ടുണ്ട്. കോളേജിലൊക്കെ ഓണം ഫെസ്റ്റിവലിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം നന്നായിട്ട് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകാനൊക്കെ ആയിട്ട് അല്ലേ. ആ ഒരു സന്തോഷത്തിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടാനായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ തിളക്കം ഒട്ടും കുറയ്ക്കരുത്. തിളക്കമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ നോർമലി മേക്കപ്പ് ചെയ്യുമ്പം ഹൈലൈറ്റർ ഉപയോഗിക്കും. ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ ഹൈലൈറ്റർ ഉണ്ടാവണമെന്നില്ല. ഹൈലൈറ്ററിന് പകരം നിങ്ങളുടെ കയ്യിൽ ഒരു പെട്രോളിയം ജെല്ലി മാത്രം ഉണ്ടായാൽ മതി. ഞാൻ ഇവിടെ വാസ്ലിൻ്റെ ഈ ഒരു പെട്രോളിയം ജെല്ലിയാണ് എടുക്കുന്നത്. ഈ ഒരു പെട്രോളിയം ജെല്ലി വെച്ചിട്ട് നമ്മളെവിടെയൊക്കെയാണോ ഹൈലൈറ്റ് നമുക്ക് തിളക്കം വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലേശം മാത്രം എടുത്തു കൊടുക്കാം കേട്ടോ. ഇതിൽ ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ എല്ലാവർക്കും ഇടാം. ലിപ്സ്റ്റിക് ആണ്. കോളേജിലെ ഫംഗ്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു പിങ്കിഷ് ഷെയ്ഡ് ലിപ്സ്റ്റിക് വേണമെങ്കിൽ ഇടാം. ഇപ്പം ഞാൻ ഇവിടെ ലിപ്സ്റ്റിക്കിന് എടുക്കുന്നത് ലാക്മേ എൻറിച്ച് സാറ്റിൻ ഇൻ ദി ഷെയ്ഡ് P173. ഇന്നത്തെ നമ്മുടെ ഫൈനൽ ലുക്ക്. ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു മേക്കപ്പ് ലുക്ക്. ഈസി ആൻഡ് സിമ്പിൾ ആയിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ടീനേജർ പെൺകുട്ടികൾ കോളേജിൽ ഓണം ഫംഗ്ഷന് വേണ്ടിയിട്ട് ഈ ഒരു ലുക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് വലിയ സംഗതികളൊന്നുമില്ല, വളരെ ഈസി ആൻഡ് സിമ്പിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളുടെ റൈറ്റിൽ തന്നെ ഒരു റെഡ് ബാർ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സുന്ദരികളായിട്ടിരിക്കുക. ബൈ.